മെറി ക്രിസ്മസ്. എൻ്റെ പേര് സന്ധ്യ. ഞാൻ ഈ ചാനലിൽ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്യാവുന്ന ഇന്ത്യൻ റെസിപ്പീസാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ക്രിസ്മസ് ലഞ്ചിന് ഞാൻ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കൊത്തമല്ലി സാദവും പെപ്പർ ചിക്കനും. അപ്പോൾ പെപ്പർ ചിക്കൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് കൊത്തമല്ലി സാദത്തിൻ്റെ റെസിപ്പി നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ അടുത്തുള്ള ബെല്ലും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അപ്പോൾ കൊത്തമല്ലി സാദം ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. മല്ലിയില നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇതൊരു 100 ഗ്രാം അല്ലെങ്കിൽ ഒരു കെട്ട് മല്ലിയിലയുണ്ട്. പിന്നെ വേണ്ടത് കടലപ്പരിപ്പ്, ഉഴുന്നും പരിപ്പ്, ജീരകം, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി, 3 പച്ചമുളക്, കരിവേപ്പില, തേങ്ങ ചരുക്കി, വറുത്തിടാനായിട്ട് കടുക്, ജീരകം, ഉഴുന്നുപരിപ്പ്. ഇത് നമുക്ക് ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലോ അല്ലെങ്കിൽ ഏത് ചോയ്സ് ഓഫ് എണ്ണയിലോ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇത് കൂടാണ്ട് ചോറ് സാധാരണ പച്ചരി വേവിച്ച് തണുപ്പിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് സാദം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഒരു പാന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് മീഡിയം ഹീറ്റിൽ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ജീരകം, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് ആഡ് ചെയ്യാം. അതിൻ്റെ ഒപ്പം തന്നെ കരിവേപ്പില, ഒരു തണ്ട് കരിവേപ്പിലയാണ് ഞാൻ ഇതിലിട്ടിരിക്കുന്നത്, 3 പച്ചമുളക്, ഇതൊക്കെ ഇട്ടിട്ട് ഈ പരിപ്പൊക്കെ ഒന്ന് ചെറുതായിട്ട് ബ്രൗൺ ആവുന്ന വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ് നന്നായിട്ട് ചോന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയില ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അത് വാടി അതിൻ്റെ ക്വാണ്ടിറ്റി കുറയും. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് ഒരു 2-3 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് പുളി 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഈ മിശ്രിതം നന്നായിട്ട് തണുപ്പിച്ചിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ട് തിരിച്ചു വിടാം. അപ്പോൾ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുത്തത്. ഇനി ഇത് നമുക്ക് സൈഡിലേക്ക് വെക്കാം. അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്ത് തിരിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക്, ഉഴുന്നുപരിപ്പ്, ജീരകം ഇത് ആഡ് ചെയ്യാം. ഇതൊന്ന് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. കടുക് നല്ലോണം പൊട്ടിക്കഴിയുമ്പോൾ കരിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് ഈ പേസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചേർക്കാം. ഈ പേസ്റ്റ് കുറച്ചു നേരം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പേസ്റ്റ് കുറച്ചു നേരം ഞാൻ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച റൈസ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക.
തീ ഒന്ന് കുറച്ച് വെക്കണം നമുക്ക്. ചോറ് നന്നായി മിക്സ് ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. കൊത്തുമല്ലി റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൊത്തുമല്ലി സാദം റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നത് പെപ്പർ ചിക്കൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൊത്തുമല്ലിയും പെപ്പറും നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് എനിക്കിത് നന്നായിട്ട് പോകുമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായിട്ട് വരുന്നവരെ ബൈ.